എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലയോ? കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുന്നില്ലയോ? ഓക്കെ, അപ്പൊ നിങ്ങളെ ആരെയും എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നിങ്ങളെ മിഥുൻ സാറ് കഴിഞ്ഞ ഫസ്റ്റ് ചാപ്റ്റർ വരെ പഠിപ്പിച്ചു എന്നാണ് സാറിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ തൊട്ടാ തുടങ്ങേണ്ടത് അല്ലേ? നിങ്ങളെയും കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേക്കാം. അപ്പൊ പഠിപ്പിക്കാമല്ലോ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേരെന്തുവായിരുന്നു? എന്തായിരുന്നു? അതെ, വിൻഡോസ് ഓഫ് നോളജ് അല്ലെ? വിൻഡോസ് ഓഫ് നോളജ്. അപ്പൊ ഇതില് കഴിഞ്ഞ പാഠത്തിൽ നിങ്ങൾ പഠിച്ചു എന്തായിരുന്നു? നെർവസ് സിസ്റ്റം, നമ്മുടെ ശരീരത്തുള്ള നെർവസ് സിസ്റ്റത്തെ പറ്റി പഠിച്ചു അല്ലെ? 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ടിഷ്യൂവിൽ പ്രധാനപ്പെട്ട ഒരു ടിഷ്യൂ ആയിരുന്നു നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള പ്രധാനപ്പെട്ട ടിഷ്യൂ ആയിരുന്നു നെർവസ് ടിഷ്യൂ. ശരിയല്ലേ? അപ്പോ ആ ടിഷ്യൂവിനെ പറ്റിയായിരുന്നു നിങ്ങൾ പഠിച്ചത്. എങ്ങനെയാണ് ഹ്യൂമൻ ബോഡിയിൽ നെർവ് ടിഷ്യൂസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതല്ലേ നിങ്ങൾ പഠിച്ചത്? അപ്പോ നമ്മൾ രണ്ടാമതായിട്ട് പറയുന്നു ഈ നെർവസ് ടിഷ്യൂവിന്റെ തന്നെ ഒരു ഭാഗം, നെർവ് ടിഷ്യൂവിന്റെ തന്നെ ഒരു ഭാഗം അല്ലെ? നെർവ് ടിഷ്യൂവിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാ. എന്താണെന്ന് ചോദിച്ചാൽ, നെർവ് ടിഷ്യൂവിന്റെ നിങ്ങൾ എന്താ പഠിച്ചത്? നെർവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പറഞ്ഞേ, നിങ്ങൾ കേൾക്കുന്നവർ റെസ്പോണ്ട് ചെയ്യണം. അതിനാണ് ഈ ലൈവ് ക്ലാസ് എടുക്കുന്നത്. പറഞ്ഞേ. അത് കാണാതെ പഠിച്ചു വെച്ചേക്കുന്നത്. നമ്മൾ അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയത് എന്താണ്? നെർവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെ പറ്റി നമുക്ക് അറിവ് നൽകുന്ന, നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന, നിങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു ഇമ്പൾസുകളെ പറ്റി. എന്തിനെ പറ്റി? ഇമ്പൾസുകളെ പറ്റി അറിവ് നൽകുന്ന എന്തായിരുന്നു? ശരീരത്തിന്റെ ഒരു ടിഷ്യൂ ആയിരുന്നു. ഏത്? നെർവ് ടിഷ്യൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഹ്യൂമൻ ബോഡി ഇങ്ങനെയുള്ള അറിവ് നൽകുന്നത്? ഹ്യൂമൻ ബോഡിയും ഒരു ചെറിയ ജീവിയുടെ ബോഡിയും കൂടെ എടുത്ത് നോക്കിയാൽ അങ്ങനെയല്ല അല്ലെ? നിങ്ങളിപ്പോ ഒരു ഉറുമ്പഴഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ഒരു മണ്ണിര ഇഴഞ്ഞു പോകും, നിങ്ങൾ അതിന്റെ നടുക്കൊരു കൈ എടുത്തോണ്ട് വെച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പ് എടുത്തോണ്ട് വെച്ചു. അതെങ്ങനെയാ തിരിച്ചറിയുക? അതിന്റെ പോകുന്ന പാത്തിൽ എന്തുണ്ടെന്ന്, ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടെന്ന് അവരെങ്ങനെയാ തിരിച്ചറിയുക? അതിന്റെ സ്കിന്ന് വെച്ച് തൊട്ട് നോക്കും അല്ലെ? അത് വന്നിട്ട് എന്ത് ചെയ്യും? അതിന്റെ സ്കിന്നുമായിട്ട് കോണ്ടാക്ട് വരുമ്പോ അതെന്ത് ചെയ്യും? തിരിഞ്ഞു പോകും. അങ്ങനെയല്ലേ ചെയ്യുന്നത്? പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമുക്ക് കാണാനുള്ള കഴിവുണ്ട്. നമുക്ക് കണ്ണുണ്ട് മുന്നിലേക്ക് കാണാൻ, ചെവിയുണ്ട് കേൾക്കാൻ അല്ലെ? അപ്പോ നമ്മൾ സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചാണ്, സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? ചുറ്റുപാടുമുള്ള ഇമ്പൾസുകളെ പറ്റി മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? ചുറ്റുപാടുമുള്ള ഇമ്പൾസുകളെ പറ്റി നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? എങ്ങനെയാ പറഞ്ഞേ? അതെ, നമ്മുടെ സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചാണ്. എന്തുപയോഗിച്ചാണ്? സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചാണ്. ഏതൊക്കെയാണ് നമ്മുടെ സെൻസ്? എത്ര സെൻസ് ഓർഗൻസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ? പറയൂ. അതെ, 5 സെൻസ് ഓർഗനുകളുണ്ട് നമ്മുടെ ബോഡിയിൽ. 5 സെൻസ് ഓർഗനുകളുണ്ട്. ഏതൊക്കെയാണ് ആ സെൻസ് ഓർഗനുകൾ? പറയൂ. അതെ, സെൻസ് ഓർഗൻസ് 5 എണ്ണമാണ് നമ്മുടെ ബോഡിയിലുള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമതായി നിങ്ങൾ പറഞ്ഞു ഐ, ശരിയല്ലേ? രണ്ടാമതായി പറഞ്ഞു നോസ്. മൂന്നാമതായി പറഞ്ഞു ഇയർ. പിന്നെ പറയൂ. അതെ, ടങ്. അഞ്ചാമതായി പറയുന്നു സ്കിൻ. ശരിയല്ലേ? അവസാന സെൻസ് ഓർഗൻ ആണ് സ്കിന്ന് അല്ലെ? ശരീരത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ സെൻസ് ഓർഗൻ അല്ലെ? അതല്ലേ സ്കിന്ന്. അപ്പോ ഈ 5 സെൻസ് ഓർഗനുകളും ഏതൊക്കെ ഇമ്പൾസ്? അപ്പൊ ഇമ്പൾസ് എന്താണെന്ന് നമ്മൾ അറിയണം. എന്താണ് ഇത് ഇമ്പൾസ്? പറഞ്ഞേ. ഇമ്പൾസ് ഈസ് ദ എന്തേ? അതെ, നെർവ് ടിഷ്യൂവിനെ അല്ലെങ്കിൽ നെർവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ കഴിവുള്ള എല്ലാത്തിനെയും നമുക്ക് എന്തെന്ന് പറയാം?
എന്തെന്ന് പറയാം? ആ പറഞ്ഞോ, ഇമ്പൾസ് എന്ന് പറയും. ശരിയല്ലേ? ശരിയല്ലേ? ആ ഈ സ്റ്റിമുലയിൽ നിന്ന് ഓരോ ഇമ്പൾസുകൾ എവിടെ എത്തുമ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത്? ബ്രെയിനിൽ എത്തുമ്പോൾ. ശരിയല്ലേ? ബ്രെയിനിൽ എത്തുമ്പോൾ. അപ്പോ ഈ 5 സെൻസ് ഓർഗനിൽ ഐ സെൻസ് ചെയ്യുന്നത് എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? നമ്മുടെ ശരീരത്തിലുള്ള എന്ത് സെൻസറാണത്? ലൈറ്റ് സെൻസറാണ്. ശരിയല്ലേ? ലൈറ്റിനെയാണ് സെൻസ് ചെയ്യാൻ കഴിവുള്ളത്. ശരിയല്ലേ കുഞ്ഞുങ്ങളെ? കേൾക്കുന്നുണ്ടോ? അപ്പോ ഐ എന്തിനാണ്? നിങ്ങൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ എന്നോട് പറയണം എന്താണ് നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള ഭാഗങ്ങൾ. അതിനു വേണ്ടിയിട്ടാണ് ഈ ലൈവ് ക്ലാസ് എടുക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് എന്ത് ഡൗട്ട് തോന്നുന്നോ, ഏത് കാര്യം ഒന്നും കൂടെ പറഞ്ഞു തരണമോ എന്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ? നിങ്ങളപ്പോ ഇങ്ങോട്ട് സംസാരിക്കണം, എന്തെങ്കിലും ഇങ്ങോട്ട് പറയണം കേട്ടോണ്ടിരിക്കുന്നവര്. ഓക്കെ ആണോ? അപ്പോ ഐ ലൈറ്റ് സെൻസർ ആണ്. നമ്മുടെ ശരീരത്തിൽ ലൈറ്റ് ഡിറ്റക്ട് ചെയ്യാനുള്ള അവയവമാണ് അല്ലെ? നെർവ് ടിഷ്യൂവിന്റെ ഒരു ഭാഗമാണ് ഐ അല്ലെ? ഒരു സെൻസ് ഓർഗൻ ആണ് ഐ അല്ലെ? നമ്മുടെ ചുറ്റും എന്തൊക്കെ നടക്കുന്നു അത് ലൈറ്റ് ഉപയോഗിച്ച് നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് നമ്മളൊരു വസ്തുവിനെ കാണുന്നത്? പറയൂ, എങ്ങനെയാണ്? പറയൂ, ഒരാൾ പറഞ്ഞേ, എങ്ങനെയാണ് നമ്മളൊരു വസ്തുവിനെ കാണുന്നത്? നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചതാ. എങ്ങനെയാണ്? when a light ray is induced into a object, ഒരു ലൈറ്റ് റേ ഒരു ഒബ്ജക്റ്റിലേക്ക് ഇൻഡ്യൂസ് ചെയ്താൽ, തട്ടിയാൽ അതെന്ത് ചെയ്യും? തിരിച്ച് പ്രതിഫലിക്കും അല്ലെ? റിഫ്ലക്ട് ചെയ്യും. ആ റിഫ്ലക്ട് ചെയ്യുന്ന വേവ്, ലൈറ്റ് വേവ് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നമ്മൾ ഒരു വസ്തുവിനെ കാണുന്നത്. ശരിയല്ലേ? ഈ കാര്യം നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ട്? കഴിഞ്ഞ വർഷം വരെ ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു വസ്തുവിനെ കാണുന്നത് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? ഒരു വസ്തുവിൽ തട്ടുന്ന പ്രകാശം, ലൈറ്റ് തിരികെ വന്ന് നമ്മുടെ കണ്ണിൽ തട്ടുമ്പോഴാണ് നമ്മൾ കാണുന്നതെന്ന് പഠിച്ചു. ഇനി ഈ കണ്ണിൽ തട്ടുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്, അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. കണ്ണിൽ തട്ടുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്. ഇനി നോസ് എന്തിനാണ് സെൻസ് ചെയ്യുന്നത്? നോസ് എന്തിനാണ് സെൻസ് ചെയ്യുന്നത്? സ്മെല്ല് അല്ലെങ്കിൽ നമ്മൾ സയൻസ് പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ സ്മെൽ എന്ന് പറയത്തില്ല, പകരം എന്തെന്ന് പറയും? ഓഡർ. എന്തെന്ന് പറയും? ഓഡർ. ചുറ്റുമുള്ള ഗന്ധം എന്തായാലും അല്ലെ? എന്തായാലും അതിനെ സെൻസ് ചെയ്യാനാണ് എന്തുള്ളത്? നോസ് ഉള്ളത്. ഇനി ഇയർ എന്തിനെ സെൻസ് ചെയ്യും? സൗണ്ട് വേവ്സിനെ സെൻസ് ചെയ്യും. ശരിയല്ലേ? സൗണ്ട് വേവ്സിനെ സെൻസ് ചെയ്യും. സൗണ്ടിനെ സെൻസ് ചെയ്യാനാണ് എന്തുള്ളത്? ഇയർ ഉള്ളത്. ഇനി ടങ് എന്തിനെയാണ് സെൻസ് ചെയ്യുന്നത്? അതെ, ടേസ്റ്റ്. ഏതൊരു വസ്തുവിന്റെ ആയാലും ടേസ്റ്റ്. നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ടേസ്റ്റുകൾ ഏതൊക്കെയാ? പറയൂ. ഏതൊക്കെയാണ്? ഒന്നുകൂടെ പറഞ്ഞേ. മധുരം, അതെ, സ്വീറ്റ്. അതാണ് ആദ്യം നിങ്ങൾ പറഞ്ഞതിൽ ഒരു ചെറിയ തെറ്റുണ്ട്. എന്താണ്? നമുക്ക് എരിവ് തിരിച്ചറിയാൻ വേണ്ടി പ്രത്യേകം എന്ത് വേണ്ട? ഒരു സെൻസ് ഓർഗൻ വേണ്ട. അതായത് ടങ് കൊണ്ട് എന്ത് തിരിച്ചറിയാൻ കഴിയില്ല? എരിവ് തിരിച്ചറിയാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു സാധനമൊന്നും എവിടെയില്ല. അതിനുവേണ്ടി പ്രത്യേക ഒരു സെൻസർ എവിടെയില്ല? ടങ്ങിലില്ല. എരിവ് നമുക്ക് ശരീരത്തിന്റെ ഏത് ഭാഗം കൊണ്ടും തിരിച്ചറിയാൻ കഴിയും. ശരിയല്ലേ? നിങ്ങളുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് എരിവ് വീണാലും നിങ്ങൾക്ക് എരിവ് തിരിച്ചറിയാൻ പറ്റത്തില്ലേ? അതുകൊണ്ട് ടങ്ങിൽ അതിന് പ്രത്യേകിച്ചുള്ള എന്തില്ല? ഒരു ടേസ്റ്റ് ബഡ് ഇല്ല. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ടങ്ങിൽ എന്താണ് ടേസ്റ്റ് തിരിച്ചറിയാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് എന്നൊക്കെ നമുക്ക് പിന്നീട് പറയാം. അപ്പൊ സ്കിന്ന് ലാസ്റ്റ്, ശരീരത്തിലെ ഏറ്റവും വലിയ സെൻസ് ഓർഗൻ. ഇതെന്താ ചെയ്യുന്നത്? ഈ സ്കിൻ എന്താണ് ചെയ്യുന്നത്? പറയൂ. സ്കിന്ന് ചെയ്യുന്നത് ഇതാണ്. ശരീരത്തിന്റെ എവിടെയെങ്കിലും ഒരു മർദ്ദ വ്യത്യാസം ഉണ്ടായാൽ, പ്രഷർ ഡിഫറൻസ് ഉണ്ടായാൽ നമ്മളെ തിരിച്ചറിയാൻ സഹായിക്കും. ശരിയല്ലേ? ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു എന്തുണ്ടായാൽ, പ്രഷർ ഡിഫറൻസ് ഉണ്ടായാലോ, ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടായാലോ, ഒരാൾ ടച്ച് ചെയ്താൽ, സ്പർശിച്ചാലോ ഒക്കെ നമ്മളെ തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് ആര്? സ്കിന്ന്. ശരിയല്ലേ? അപ്പൊ 5 സെൻസ് ഓർഗനുകൾ നമ്മൾ പറഞ്ഞു. ഐയിൽ എന്തുണ്ട്? ലൈറ്റ് റിസപ്റ്ററുകളുണ്ട്. എന്തുണ്ട് കുഞ്ഞുങ്ങളെ? ലൈറ്റ് റിസപ്റ്ററുകളുണ്ട്. ലൈറ്റ് റിസപ്റ്റേഴ്സ്. ലൈറ്റ് സെൻസ് ചെയ്യാനുള്ള റിസപ്റ്ററുകളുണ്ട്. എന്താണ് റിസപ്റ്റർ? അപ്പൊ നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കണേ, വാട്ട് ഡു യു മീൻ ബൈ റിസപ്റ്റർ? കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണ്. എന്താണ് റിസപ്റ്റർ? നമ്മുടെ ശരീരത്തിൽ നെർവ് ടിഷ്യൂവിന്റെ ഒരു ഭാഗമാണ് റിസപ്റ്റർ. പുറമേ നടക്കുന്ന കാര്യങ്ങളെ, പുറമേ നടക്കുന്ന ഇമ്പൾസുകളെ അല്ലെ,
നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന നെർവ് ടിഷ്യൂവിന്റെ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിസപ്റ്റർ. റിസപ്റ്റേഴ്സ് ആർ ദ പാർട്ട് ഓഫ് നെർവ് ടിഷ്യൂ. ശരിയല്ലേ? റിസപ്റ്റേഴ്സ് ആർ ദ പാർട്ട് ഓഫ് നെർവ് ടിഷ്യൂ which help us to detect the changes around us. അല്ലേ? ഒന്നുകൂടെ പറയണോ? എന്താണ്? റിസപ്റ്റേഴ്സ് ആർ ദ പാർട്ട് ഓഫ് നെർവ് ടിഷ്യൂ. ശരിയല്ലേ? റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നെർവ് ടിഷ്യൂവിന്റെ ഒരു പാർട്ടാണ് which help us to detect, ചുറ്റുമുള്ള കാര്യങ്ങളെ ഡിറ്റക്ട് ചെയ്യാൻ, മനസ്സിലാക്കാൻ, which help us to detect the changes around us, നമുക്ക് ചുറ്റുമുള്ള ചേഞ്ചസിനെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന നെർവ് ടിഷ്യൂവിന്റെ ഒരു ഭാഗമാണ് ഏത്? റിസപ്റ്റർ. അതിന് മാത്രമേ പുറത്ത് നടക്കുന്ന ഇമ്പൾസുകളെ ഡയറക്റ്റ് ആയി സ്വീകരിക്കാനുള്ള കഴിവുള്ളൂ. അല്ലേ? നമുക്ക് അങ്ങനെ പറഞ്ഞൂടെ? This is the only part which can directly involved in the detection of surrounding impulses. പുറത്ത് നടക്കുന്ന ഇമ്പൾസുകളെ ഡയറക്റ്റ് ആയി സ്വീകരിക്കാൻ കഴിയുന്ന ഒരേ ഒരു ഭാഗമേ നെർവ് ടിഷ്യൂയിലുള്ളത് ഏതാ? റിസപ്റ്റർ ആണ്. ശരിയല്ലേ? അപ്പൊ ഐയിലുള്ള റിസപ്റ്റർ ആണ് ലൈറ്റ് റിസപ്റ്റർ. അല്ലേ? ശരിയല്ലേ? ഇനി നോസിലുള്ള റിസപ്റ്ററിനെ നമ്മൾ എന്തെന്ന് പറയും? ഓഡർ റിസപ്റ്റർ എന്നല്ല, ഓൾഫാക്ടറി റിസപ്റ്റർ. എന്താണ് നിങ്ങളെ? ഓൾഫാക്ടറി റിസപ്റ്റർ. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാകുന്നില്ലെങ്കിൽ അപ്പോഴേ ചോദിക്കണേ. ഒന്നുകൂടെ പറയേണ്ടുന്ന കാര്യം അപ്പൊ തന്നെ എന്നോട് ചോദിക്കണേ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ അപ്പോൾ തന്നെ എന്നോട് ചോദിക്കണം. പറയൂ. നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ അപ്പോൾ എന്നോട് ചോദിക്കണം. ഞാനത് പറഞ്ഞു തരാം. എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അത് അപ്പോൾ എന്റെ അടുത്ത് ചോദിക്കണം. അത് മനസ്സിലായില്ല, ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു തരണം എന്ന് എന്നോട് പറയണം. ഓക്കെ? അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞു ഓൾഫാക്ടറി റിസപ്റ്റർ ആണ് ഇവിടെ ഉള്ളത്, നോസിലുള്ളത്. ഇനി ഇയറിലുള്ള റിസപ്റ്റർ ആണ് ഏത്? അതെ, സൗണ്ട് റിസപ്റ്റർ. അതിനെ നമ്മൾ എന്താ പറയുന്നത്? സൗണ്ട് റിസപ്റ്റർ. അതിനെ നമ്മൾ സൗണ്ട് റിസപ്റ്റർ എന്നാണ് പറയുന്നത്. ഇനി ടങ്ങിലുള്ള റിസപ്റ്റർ ആണ് പറയൂ. ടേസ്റ്റ് റിസപ്റ്റർ. സ്കിന്നിന്റെ കാര്യം നമ്മൾ ഇപ്പോൾ പഠിക്കുന്നില്ല. അതിനകത്ത് ഒരുപാട് റിസപ്റ്ററുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ റിസപ്റ്റർ ഉണ്ട്, പ്രഷർ റിസപ്റ്റർ ഉണ്ട്, ടച്ച് ചെയ്യുന്ന കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ടച്ച് റിസപ്റ്റർ ഉണ്ട്. അങ്ങനെ വിവിധ തരം റിസപ്റ്ററുകൾ എവിടെയുണ്ട്? സ്കിന്നിൽ ഉണ്ട്. അതിപ്പോ നമ്മൾ എഴുതുന്നില്ല. അത് നമ്മൾ അവസാനം, ഈ പാഠത്തിന്റെ അവസാനം നമ്മൾ പഠിക്കും. എന്താണ്? സ്കിന്നിലുള്ള റിസപ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിക്കും. അപ്പൊ നമുക്ക് ഈ പാഠത്തിൽ ആദ്യം പഠിക്കാനുള്ളതാണ് എന്താണ് സെൻസ് ഓർഗനുകൾ. സെൻസ് ഓർഗൻസ് ആർ ദ ഓർഗൻസ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിലെ ചില ഓർഗനുകളെയാണ് സെൻസ് ഓർഗനുകൾ എന്ന് പറയുന്നത്. എന്തിനാണ് അവർ നമ്മളെ സഹായിക്കുന്നത്? which help us to detect the changes around us. നമ്മുടെ ചുറ്റുമുള്ള നടക്കുന്ന ചേഞ്ചസിനെ നമ്മളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ചില ഭാഗങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. ശരിയല്ലേ? സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. അങ്ങനെ 5 സെൻസ് ഓർഗനുകളുടെ പേര് നമ്മൾ പഠിച്ചു. അവയിലുള്ള റിസപ്റ്ററുകളുടെ പേര് നമ്മൾ പഠിച്ചു. തിരിച്ചറിയുന്ന ഇമ്പൾസുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞത്. ഏതാണ്? ഐ എന്നോട് തിരിച്ചറിയുന്നത് ലൈറ്റിനെയാണെന്നും, നോസ് തിരിച്ചറിയുന്നത് ഓർഡറിനെയാണെന്നും, ഇയർ തിരിച്ചറിയുന്നത് സൗണ്ടിനെയാണെന്നും, ടങ് തിരിച്ചറിയുന്നത് ടേസ്റ്റിനെയാണെന്നും, സ്കിൻ ഒരുപാട് കാര്യങ്ങളെ തിരിച്ചറിയുന്നുണ്ടെന്ന് നിങ്ങൾ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അതിൽ സംശയമില്ലെന്ന് വിശ്വസിക്കുന്നു. ശരിയല്ലേ? സംശയമില്ലല്ലോ? ഉണ്ടോ? എന്താണ് എല്ലാവരും ക്യാമറയൊക്കെ ഓഫ് ആക്കിയൊക്കെ വെച്ചിരിക്കുന്നത്? ക്യാമറയൊക്കെ ഓൺ ആക്കിയോളൂ. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം കേട്ടോ. എന്താ ആരും സംസാരിക്കാതെ? ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് മനസ്സിലായോ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ? മനസ്സിലായോ? എല്ലാരും ക്യാമറയൊക്കെ ഒന്ന് ഓൺ ആക്കി വെച്ചേ. എല്ലാവരുടെയും സിസ്റ്റത്തിലെ ക്യാമറയൊക്കെ ഒന്ന് ഓൺ ആക്കി വെച്ചേ. എല്ലാവരും ഇത് കാണട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞേ. റെസ്പോണ്ട് ചെയ്ത് എന്റെ അടുത്ത് പറഞ്ഞേ. ഇനി പറഞ്ഞു തരാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ എന്റെ അടുത്തൊന്ന് പറഞ്ഞേ. നിങ്ങളുടെ പേര് ഒന്നും ചോദിക്കാനുള്ള, ഇപ്പൊ എനിക്ക് ഈ ഫോട്ടോസ് ഒന്നും വലുതായി കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആരുടെ പേരും ഒന്നും ചോദിക്കാത്തത്. ഓക്കെ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ അപ്പോൾ തന്നെ എന്റെ അടുത്ത് ചോദിക്കണം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടായാലും, അതിപ്പോ സിലബസ് ആവട്ടെ, ഔട്ട് ഓഫ് സിലബസ് ആവട്ടെ, എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കണം കേട്ടോ. അപ്പൊ ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് പോവുകയാണേ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ എന്നോട് ചോദിക്കാം.
അതുപോലെ ബോർഡിൽ എഴുതുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എടേ കാണാം. കാണുന്നില്ലെങ്കിലോ കേൾക്കുന്നില്ലെങ്കിലോ എൻ്റെ അടുത്ത് പറയണം. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ബാക്കി ആദ്യത്തെ സെൻസ് ഓർഗന്റെ കാര്യം നമുക്ക് പഠിക്കാം. ഓക്കെ, പഠിക്കാം അവിടെ. ഓക്കെ, അപ്പൊ ആദ്യത്തെ സെൻസ് ഓർഗൻ ഏതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? ഐ ആണ് അല്ലെ, കണ്ണ്. മനുഷ്യ ശരീരത്തിലെ കണ്ണിനെ പറ്റിയാണ് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്. അല്ലേ, ഐ, കണ്ണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ കണ്ണിനെ പറ്റിയാണ് ആദ്യം പഠിക്കാനുള്ളത്. അപ്പോ നിങ്ങൾ ടെക്സ്റ്റ് മടക്കി വെക്കുന്നെങ്കിൽ അങ്ങനെ, ടെക്സ്റ്റ് നോക്കിയിരിക്കുകയാണെങ്കിൽ അങ്ങനെ. നിങ്ങൾ പറഞ്ഞോളൂ, നമ്മുടെ കണ്ണിന്റെ ചില പ്രത്യേകതകൾ പറയും. ഹ്യൂമൻ ഐക്ക് മാത്രമുള്ള പ്രത്യേകതകളൊന്നും പറഞ്ഞേ. പറയൂ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയൂ. പറയൂ. നിങ്ങളെ കാണാൻ സഹായിക്കുന്ന ഭാഗമാണെങ്കിലും പറയാമായിരുന്നു. അതെ, നമ്മളെ എന്തിനു സഹായിക്കുന്ന ഭാഗമാണ്? സൈറ്റ്. കാണാൻ വേണ്ടി സഹായിക്കുന്ന ഭാഗമാണ് ഇത്, കണ്ണ് അല്ലെ. ഇനി നമ്മുടെ കണ്ണിന്റെ നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല, ചില പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു തരാം. ലോകത്തിലെ ഏറ്റവും ക്ലാരിറ്റിയുള്ള ക്യാമറയാണ് നമ്മുടെ കണ്ണ് അല്ലെ. എത്ര മെഗാ പിക്സൽ വരും? നിങ്ങൾ സാധാരണ ഒരു ക്യാമറയുടെ ക്ലാരിറ്റി പറയുന്നത് എങ്ങനെയാണ്? മെഗാ പിക്സലിലാണ് അല്ലെ. മെഗാ പിക്സലിലാണ് ക്യാമറയുടെ ക്ലാരിറ്റി പറയുന്നത്. അപ്പൊ എത്ര മെഗാ പിക്സലാണ് നമ്മുടെ കണ്ണ്? പറഞ്ഞേ, എത്ര മെഗാ പിക്സൽ വരും നമ്മുടെ കണ്ണിന്റെ ക്ലാരിറ്റി? നമ്മൾ കണ്ണിലൂടെ കാണുന്ന ഇമേജ് ഏതാണ്ട് 500 മെഗാ പിക്സലാണ്. എത്രയാണ്? 500 മെഗാ പിക്സലാണ്. അതുപോലെ നിങ്ങൾ ദൂരെയുള്ള വസ്തുക്കളെയോ അടുത്തുള്ള വസ്തുക്കളെയോ കാണുമ്പോൾ കണ്ണിങ്ങനെ തിരിച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? ക്യാമറ പോലെ. നിങ്ങൾ ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അറിയാം, എന്ത് ചെയ്യണം? അതിന്റെ ലെൻസ് ഇങ്ങനെ തിരിച്ചു വെക്കണം, ശരിയല്ലേ? എവിടെയാണോ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഫോക്കസ് കൃത്യമായി കിട്ടുന്നത് വരെ എന്ത് ചെയ്യണം? നമ്മൾ ക്യാമറയുടെ ലെൻസ് തിരിച്ചു വെക്കണം, ശരിയല്ലേ? നമ്മുടെ കണ്ണ് അങ്ങനെ വല്ല നമ്മൾ പിരിച്ചു വെക്കണോ? രാവിലെ എഴുന്നേറ്റ് ഒരു സാധനത്തെ നോക്കുന്ന സമയത്ത് കണ്ണിങ്ങനെ പിരിച്ചു വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്? അല്ല. അപ്പൊ ഓട്ടോ ഫോക്കസ് ക്യാമറയാണ് അല്ലെ. ഓട്ടോ ഫോക്കസ് ഉള്ള ക്യാമറയാണ് നമ്മുടെ കണ്ണ്. 500 മെഗാ പിക്സൽ ഓട്ടോ ഫോക്കസ് ഉള്ള ക്യാമറയാണ് നമ്മുടെ കണ്ണ്. അപ്പൊ ഇത്രയും ക്ലാരിറ്റിയിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഇമേജ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഓട്ടോ ഫോക്കസ് നടക്കുന്നത്, ഇതൊക്കെ നമുക്ക് പഠിക്കണ്ടേ? നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണമാണെങ്കിൽ ഇതൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് പഠിക്കണം. അപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അപ്പൊ ചോദിക്കണേ. അപ്പൊ ഞാൻ പറയാൻ പോകും. നമ്മുടെ ഐ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മുടെ കണ്ണ് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, കണ്ണിനെ സംരക്ഷിക്കാൻ, നമ്മുടെ ശരീരത്തെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള സാധനമാണ് കണ്ണ്, ശരിയല്ലേ? നിങ്ങൾ കണ്ണിനടുത്തേക്ക് എന്തെങ്കിലും ഒരു വസ്തു കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് കണ്ണ് തുറന്നു പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, കണ്ണ് പെട്ടെന്ന് നിങ്ങൾ അടച്ചു പോകും. അപ്പൊ ദ മോസ്റ്റ് സെൻസിറ്റീവ് സെൻസ് ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതാണെന്ന് പറയും? നമ്മുടെ കണ്ണാണ്. ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗമാണ് ശരീരത്ത്. ഒരു എന്തെങ്കിലും ഒന്ന് തട്ടാനോ മുട്ടാനോ ഒന്നും പറ്റത്തില്ല, നമ്മൾ അതിന് മുമ്പ് കണ്ണടയ്ക്കും. അപ്പോ നമ്മുടെ കണ്ണിനെ സംരക്ഷിക്കണം അല്ലെ. നമ്മുടെ ശരീരത്തെ കണ്ണിനെ പുറമേ നമ്മുടെ ബോഡി സംരക്ഷിച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെയൊക്കെയാണ് സംരക്ഷിക്കുന്നത് എന്നാണ് ആദ്യത്തെ ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. അപ്പൊ പറയാമല്ലോ. അപ്പോ ഇതാ ഞാൻ പറയാം. അപ്പൊ നമ്മുടെ കണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മുടെ ശരീരത്തുള്ള ഒരു ഭാഗമാണ് ഏതാ? പറഞ്ഞോളൂ. കണ്ണ് എവിടെയാണ് വെച്ചിരിക്കുന്നത്? നമ്മുടെ, നിങ്ങൾ സ്കള്ള് കണ്ടിട്ടുണ്ട് അല്ലെ, നമ്മുടെ തലയോട്ടി കണ്ടിട്ടുണ്ട്. തലയോട്ടിക്കുള്ളിലെ ഒരു സുഷിരത്തിലല്ലേ വെച്ചേക്കുന്നത്? ഈ കണ്ടിരിക്കുന്ന ഇവിടെയുള്ള ഒരു കുഴിക്കകത്താണ്. ആ കുഴിയെ നിങ്ങൾ എന്ത് പറയും? ഐ സോക്കറ്റ് എന്ന് പറയും. എന്തെന്ന് പറയും? ഐ സോക്കറ്റ്. അപ്പൊ ഐ സോക്കറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഐ സോക്കറ്റ് ഈസ് ഐ സോക്കറ്റ് ഈസ് എത്ര ഉണ്ട്? ഐ സോക്കറ്റ് ഒരു പെയർ ഉണ്ട് അല്ലേ? These are the pair of depressions in the താഴ്ചകൾ അല്ലെ, നമ്മുടെ സ്കളിലുള്ള താഴ്ചകളാണ്. ഡിപ്രഷൻസ് ഇൻ ദ സ്കൾ. സ്കളിലുള്ള രണ്ട് ഡിപ്രഷൻസിനെ പറയുന്ന പേരാണെന്ത്? ഐ സോക്കറ്റ്. ഇത് എന്തിനാണ് ഈ സോക്കറ്റിനകത്ത് വെച്ചിരിക്കുന്നത്? പറയൂ, എന്തിനായിരിക്കും ഈ സോക്കറ്റിനകത്ത് വെച്ചിരിക്കുന്നത്? ഐ എന്ത് ചെയ്യരുത്? മുകളിൽ നിന്നോ താഴെ നിന്നോ ഉള്ള പ്രഷർ കൊണ്ട് ഐക്കൊന്നും സംഭവിക്കരുത് അല്ലെ. ഞാനിപ്പോ ഇവിടെ എന്റെ തലയുടെ ഈ ഭാഗത്തു നിന്നാണ് ഞാൻ അടിച്ചാലും മുകളിൽ നിന്നോ എങ്ങാണ് ഒരു അടി എങ്ങാനും വന്ന് കൊണ്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്? കണ്ണിൽ കൊള്ളരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇത് സോക്കറ്റിനകത്തിട്ട് വെച്ചിരിക്കുന്നത്. ഐ പന്ത് പോലെ ഇരിക്കുന്ന ഒരു സാധനമാണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ. നമ്മുടെ ഹ്യൂമൻ ഐ എന്ന് പറഞ്ഞാൽ ഒരു ക്രിക്കറ്റ് ബോൾ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് ഐ. ഇപ്പൊ നമ്മൾ അതിന്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ
ഇതെന്ത് ചെയ്യരുത്? പുറമേ നിന്ന് ഒരു അറ്റാക്ക് ഇതിനകത്ത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? നമ്മുടെ സ്കള്ളിലെ രണ്ട് ഡിപ്രഷൻസ് ആയിട്ടുള്ള പെയർ ഓഫ് ഡിപ്രഷൻ സീൻ ഇൻ ദ ഐ ഈസ് കാൾഡ് ഐ സോക്കറ്റ്. എന്താണ്? ഐ സോക്കറ്റ്. ഐ സോക്കറ്റിലാണ് എന്തിട്ട് വെച്ചിരിക്കുന്നത്? കണ്ണുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ശരിയല്ലേ? ഇനി രണ്ടാമത്തെ പാർട്ടാണ് ഏത്? ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഒരു കുഴിക്കകത്തൊരു പന്ത് എടുത്തിട്ട് വെച്ച് നിങ്ങൾ കുനിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തറയിൽ പോകും? ഇവിടെ രണ്ട് കുഴി ഇട്ടേ വെച്ച് ഒരു പന്ത് പോലൊരു സാധനം, ഒരു ഗോലി പോലൊരു സാധനം എടുത്തതിനകത്തിട്ട് കുനിഞ്ഞാൽ അതിന് തറയിൽ വീഴും. ശരിയല്ലേ? അപ്പൊ ഐ അവിടെ നിൽക്കണം, ഇല്ലെങ്കിൽ താഴോട്ട് കുനിഞ്ഞ് എന്തെങ്കിലും നോക്കുന്ന സമയത്ത് ഐ എന്ത് ചെയ്യും? താഴെ വീണു പോകും. അപ്പൊ അത് ഒഴിവാക്കണം. ശരിയല്ലേ? അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു ഐയെ പ്രൊട്ടക്ട് ചെയ്യാൻ ഐയുടെ പുറമേ ചില മസിലുകൾ വേണം. ഐയുടെ ഉള്ളിലുള്ള മസിലുകൾ കൂടാതെ, ഐയുടെ ഉള്ളിൽ കുറെ മസിൽസ് ഉണ്ട്, അത് കൂടാതെ ഐയുടെ പുറമേ ചില മസിൽസ് വേണം. പുറമേ ഉള്ള മസിലിനെ നമ്മൾ പണ്ടേ എക്സ്റ്റേണൽ എന്നാണ് പറയുന്നത്, അല്ലേ? എക്സ്റ്റേണൽ ഐ മസിൽസ്. അപ്പൊ വേണ്ടുന്നവര് ഇപ്പൊ നോട്ട് എഴുതി എടുത്തോണം. ഇതിന്റെ ഓരോന്നിന്റെയും ഫങ്ഷൻസ് ഞാൻ പറയാൻ പോവുകയാണ്. ഓക്കെ? അപ്പൊ ഐ സോക്കറ്റിന്റെ ഫങ്ഷൻ എന്താണ് ഞാൻ പറഞ്ഞത്? പറയൂ. ഐ സോക്കറ്റ് പ്രൊട്ടക്ട് ദ ഐ ഫ്രം എക്സ്റ്റേണൽ അറ്റാക്ക്, അല്ലെ? പുറത്തുനിന്നുണ്ടാകുന്ന അറ്റാക്കുകൾ, പുറത്തുനിന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങളിൽ നിന്ന് ഐയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? ഐ ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ ഐ സോക്കറ്റ്. ഐ ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ ഐ സോക്കറ്റ്. ഐ സോക്കറ്റിനുള്ളിലാണ് ഐ ഇട്ട് വെച്ചിരിക്കുന്നത്. ശരിയല്ലേ? ഇനി രണ്ടാമത്തത് എക്സ്റ്റേണൽ ഐ മസിൽ. എക്സ്റ്റേണൽ ഐ മസിൽസ് ആണ്, ഒരുപാട് മസിൽസ് ഉണ്ട്. അപ്പോ നമ്മുടെ കണ്ണിനെ ഐ സോക്കറ്റിനുള്ളിൽ ഉറപ്പിച്ചു നിർത്താനാണ് എന്തുള്ളത്? എക്സ്റ്റേണൽ ഐ മസിൽസ് ഉള്ളത്. അപ്പൊ എങ്ങനെ പറയാം നമുക്ക്? എക്സ്റ്റേണൽ ഐ മസിൽസ് ആർ ദ മസിൽസ് which fix the eye in the proper place of the socket. ഈ സോക്കറ്റിന്റെ പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസിൽ ഐയെ ഉറപ്പിച്ചു നിർത്തുന്ന മസിൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്റ്റേണൽ ഐ മസിൽസ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഐ മസിൽസ് എന്ന് പറയുന്നത്. ഇനി ഏത് ഭാഗം കൊണ്ട് കണ്ണിനെ സംരക്ഷിക്കാൻ പറയൂ? ഐലിഡ്സ്, അല്ലെ? ഐലിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കൺപോളകൾ, കണ്ണിന്റെ പോളകൾ. എന്തിനാണ് സംരക്ഷിക്കുന്നത്? പുറമേ നിന്ന് എന്ത് വരരുത്? ഡസ്റ്റും മറ്റൊന്നും കണ്ണിലേക്ക് വീഴാതിരിക്കാനാണ്. വിച്ച് പ്രൊട്ടക്ട് ദ ഐ ഫ്രം എക്സ്റ്റേണൽ ഡസ്റ്റ്, സ്മോക്ക്, അതുപോലെ തന്നെ കെമിക്കൽസ് എക്സെട്ര. നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ പലതരത്തിലുള്ള കെമിക്കൽ സ്മോക്കുകളൊക്കെ നമ്മുടെ കണ്ണിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അപ്പൊ തന്നെ പൊടിയൊക്കെ അടിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? കണ്ണങ്ങ് അടച്ചു പിടിക്കും, അല്ലെ? ഈ കണ്ണ് അടച്ചു പിടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതെ, കണ്ണിനുള്ളിൽ എന്ത് ചെയ്യരുത്? ഈ പൊടികളൊന്നും ഉള്ളിലേക്ക് കയറാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഐലിഡ്സ് കൊണ്ട് ഐ അടച്ചു പിടിക്കുന്നത്. എത്ര ജോഡി ഐലിഡ്സ് ആണ് നമുക്കുള്ളത്? 2 ജോഡി, അല്ലെ? ഒരു ജോഡി ഒരു കണ്ണിലും, ഒരു ജോഡി മറ്റൊരു കണ്ണിലും, മുകളിലും താഴെയുമായിട്ട് എന്തുണ്ട്? 2 ജോഡി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, ഈ പക്ഷികളില്, കോഴി മുതലായ ജീവികളിലൊക്കെ ഐലിഡ്സ് എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഒരു ഐയിൽ തന്നെ 4 ഐലിഡുകളുണ്ട്. അപ്പൊ അവർക്ക് 4 പെയർ ഉണ്ട്, അല്ലെ? 4 ഐലിഡുകളാണ് ഈ പക്ഷികളിലൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് കാണാം, അവരുടെ കണ്ണെടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒന്ന് ഇങ്ങനെ അടയും, 2 ഐലിഡുകൾ ഹൊറിസോണ്ടലി അടയും, 2 ഐലിഡുകൾ എന്ത് ചെയ്യും? വെർട്ടിക്കലി അടയും. അപ്പൊ അങ്ങനെ രണ്ട് ജോഡി ഐലിഡുകളാണ് അതിനകത്തുള്ളത്. പക്ഷെ ഹ്യൂമൻ ഐക്കകത്ത് എത്ര എണ്ണേ ഉള്ളൂ? ഒറ്റ ജോഡിയേ ഉള്ളൂ. ഏത് രീതിയിൽ അടയുന്ന? വെർട്ടിക്കൽ ആയിട്ട് അടയുന്ന 2 ജോഡിയെ നമുക്ക് ഉള്ളൂ. ഇനി ഐലിഡ്സ് കൂടാതെ വേറെ എന്തൊക്കെയുണ്ട്? ഒരു പരിധി വരെ നമ്മളെ പുറമേ ഉള്ള ഫാക്ടേഴ്സിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഐബ്രോസ് ഉണ്ട്. പുരിക, ഐബ്രോസ്. എന്തിനാണ് ഐബ്രോ നമ്മളെ സഹായിക്കുന്നത്? നിങ്ങൾക്ക് ഇനി പറയും, മുകളിൽ നിന്നുള്ള വിയർപ്പ് എന്ത് ചെയ്യത്തില്ല? കണ്ണിനുള്ളിലേക്ക് വീഴാതെ നമ്മളെ സംരക്ഷിക്കുന്ന ആരാണ്? ഐബ്രോസ് ആണ്, പുരികങ്ങളാണ്. പിന്നെ എന്തെങ്കിലും ഡസ്റ്റോ മറ്റൊന്നോ എന്ത് ചെയ്യാണ്? മുകളിൽ നിന്ന് താഴേക്ക്, ഹെയറിൽ നിന്ന് താഴേക്ക് വരികയാണെങ്കിൽ അതിനെല്ലാം ഇവിടെ എന്ത് ചെയ്യും? കണ്ണിന്റെ മുകളിൽ വെച്ച് തടഞ്ഞു നിർത്തും. അതാരാണ് ചെയ്യുന്നത്? ഐബ്രോസ് ആണ് ചെയ്യുന്നത്, അല്ലെ? ഇനി 5ാമത്തെ പാർട്ട് ഐ ലാഷസ്. എന്താണ് ഐ ലാഷസ്? കണ്ണിന്റെ രോമങ്ങൾ, അല്ലെ? ലിപ്സിൽ ഇരിക്കുന്ന രോമങ്ങൾ, കണ്ണിലെ രോമങ്ങൾ. ഈ രോമങ്ങൾ എന്തിനാ സഹായിക്കുന്നത്? കൃത്യമായി കൺപോളകളെ അടഞ്ഞിരിക്കാൻ സഹായിക്കുന്നു, അല്ലെ? ദ പ്രോപ്പർ ക്ലോസിംഗ് ഓഫ് ഐലിഡ്സ്. ഐലിഡ്സ് കൃത്യമായി അടഞ്ഞിരിക്കാൻ സഹായിക്കുന്നു. പിന്നെ പുറമേ നിന്നുള്ള ഡസ്റ്റും ബാക്കി പാർട്ടിക്കിൾസും എങ്ങോട്ട് കയറില്ല? ഐക്കുള്ളിലേക്ക് കയറില്ല. ഇനി വേറെന്തുണ്ടേ? 6ാമതൊരു പാർട്ടുണ്ട്, അതിന്റെ പേരാണ്
കൺജങ്ക്ടൈവ. എന്താണ് കുഞ്ഞുങ്ങളെ? കൺജങ്ക്ടൈവ. കൺജങ്ക്ടൈവ അല്ലെ? കൺജങ്ക്ടൈവ. എന്താണ് ഈ കൺജങ്ക്ടൈവ എന്ന് പറഞ്ഞാൽ? നമ്മുടെ കണ്ണിനുള്ളിൽ കാണുന്ന കട്ടി കൂടിയ ഒരു തരം സ്ഥലമാണ്, മെംബ്രെയിനാണ്. ഇവിടെ ഇങ്ങനെ കണ്ണിന്റെ മുകളിലായിട്ട് കാണുന്നത്. അതിപ്പോ നമ്മൾ സ്ട്രക്ചർ പഠിപ്പിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് എവിടെ ഇരിക്കുന്നതെന്നൊക്കെ സ്ട്രക്ചർ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇവിടെ ഉള്ള സാധനത്തിന്റെ പേരെന്താണ്? ഐ കൺജങ്ക്ടൈവ അല്ലെ? ആ കണ്ണിനുള്ളിലെ കൺജങ്ക്ടൈവ. ഇതെന്തോ സാധനം? ഒരു മെംബ്രെയിൻ ആണ് അല്ലെ? ഒരു പ്രോട്ടീൻ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു മെംബ്രെയിൻ ആണ്. ഇത് എന്തിനാ സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ, കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണിനുള്ളിലേക്ക് ഒരു കുത്തു കൊള്ളുവോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അടുത്തിരിക്കുന്ന ആളുടെ കണ്ണിൽ കുത്തുന്ന സ്വഭാവമുള്ളവരുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? ഈ അടുത്തിരിക്കുന്ന സാധനങ്ങളിൽ നിന്ന് അറിയാതെ കണ്ണിനുള്ളിലേക്ക് ഒരു സാധനം പോയാൽ കണ്ണിലെ ഉള്ളിലെ പാളികളിൽ, ഉള്ളിലെ മെംബ്രെയിനുകളിൽ അത് എന്ത് ചെയ്യരുത്? ലെയറുകളിൽ അത് തട്ടരുത്. തട്ടാതിരിക്കാൻ വേണ്ടി ആര് സഹായിക്കും? ആര് സഹായിക്കും? കൺജങ്ക്ടൈവ സഹായിക്കും. ആര് സഹായിക്കും? കൺജങ്ക്ടൈവ സഹായിക്കും. ഇനി ഏഴാമത്തെ പാർട്ടാണ് കണ്ണിനെ സംരക്ഷിക്കുന്ന. ഏഴാമത്തെ പാർട്ടാണ്, പറയട്ടെ, നിങ്ങൾക്ക് അറിയാം ഏതാണ്? ടിയേഴ്സ്, കണ്ണീർ. കണ്ണീർ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണീർ അല്ലെ? കണ്ണീർ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് ഐയെ സംരക്ഷിക്കാൻ വേണ്ടി? കണ്ണിൽ ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണീരിൽ ഒരു തരം എന്തുണ്ട്? എൻസൈം ഉണ്ടെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഐയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണുനീരിൽ ഒരു തരം എൻസൈം ഉണ്ട്. ആ എൻസൈമിന്റെ പേരാണ് ലൈസോസൈം അല്ലേ? ലൈസോസൈം. LYSOZYME, ലൈസോസൈം. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? ലൈസോസൈം എന്താണെന്ന് പറയൂ. പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ഒന്നുകൂടെ പറഞ്ഞുതരണോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ലൈസോസൈം എന്ന് പറഞ്ഞാൽ, ലൈസോസോം എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ലൈസോസോം എന്ന് പറഞ്ഞാൽ? ലൈസോസോം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലൈസോസോം സെല്ലിനുള്ളിൽ ഒരു സെൽ ഓർഗനല്ലാണ്, ശരിയല്ലേ? ഈ സെൽ ഓർഗനല്ല എന്താ ചെയ്യുന്നത്? ഇത് എവിടെ മാത്രമേ കാണൂ? അനിമൽ ബോഡിയിൽ മാത്രമേ ഈ സെൽ ഓർഗനല്ലേ കാണുകയുള്ളൂ അല്ലെ? അനിമൽ ബോഡിയിൽ മാത്രം, അനിമലിന്റെ സെല്ലിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു സെൽ ഓർഗനല്ലയാണ് ലൈസോസോം. പുറമേ നിന്ന് വരുന്ന ഫോറിൻ മെറ്റീരിയൽസിനെ എന്തിന് നശിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു തരം സെൽ ഓർഗനല്ലയാണ് ലൈസോസോം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ ലൈസോസോമിന് ഉള്ളിൽ തന്നെ കാണപ്പെടുന്ന ഒരു രാസാഗ്നി അല്ലെങ്കിൽ എൻസൈമിന്റെ പേരാണ് ലൈസോസൈം. ഈ ലൈസോസൈം ഇതുപോലെ തന്നെയാണ് ഫോറിൻ ബോഡികളെ നശിപ്പിക്കാൻ, ഡൈജസ്റ്റ് ചെയ്ത് നശിപ്പിക്കാനാണ് ഇത് സഹായിക്കുന്നത്. ലൈസോസൈം സഹായിക്കുന്നത്. ലൈസോസൈം is the enzyme involved in the destruction of foreign materials enter into our eye. നമ്മൾ ഐയുടെ കാര്യം പറയുന്നത് കൊണ്ട് എന്ത് ചെയ്യും? ഐ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സാമ്പിൾ ആയിട്ട് എടുത്ത് പറയുന്നത്. ലൈസോസൈം ബോഡിയുടെ ഏത് പാർട്ടിലുണ്ടോ അതെന്തോ ചെയ്യുന്നത്? ഫോറിൻ മെറ്റീരിയൽസ് ഏതെങ്കിലും നമ്മുടെ ബോഡിക്കുള്ളിലേക്ക് കടന്നാൽ അതിനെ ഡൈജസ്റ്റ് ചെയ്ത് നശിപ്പിക്കുക, അതിനെ ലൈസ് ചെയ്ത് കളയുക. ലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അലിയിപ്പിക്കുക, അലിയിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ആരുടെ ജോലി? ലൈസോസൈമിന്റെ ജോലി. ലൈസോസൈം is the enzyme which is mixed with the tear. ടീയറുമായിട്ട്, കണ്ണുനീരുമായി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഇത് ലൈസോസൈം. which destruct the foreign bodies enter into our body or digest foreign bodies enter into our eye. ഐയിലേക്ക് എൻ്റർ ചെയ്യുന്ന, എന്തിനെ നശിപ്പിക്കുന്ന? ഫോറിൻ ബോഡീസിനെ നശിപ്പിക്കുന്ന ഒരു എൻസൈമിനെ പറയുന്ന പേരാണ് ലൈസോസൈം. കുഞ്ഞുങ്ങളെ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാകുന്നുണ്ട്. എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്നുകൂടെ പറയണോ? ഇതെല്ലാം ഞാൻ ഒന്നുകൂടെ ഇപ്പൊ പറയും. അപ്പൊ ഒന്നുകൂടെ പറയാം. നോക്കിക്കോളൂ. ഐക്ക് ഉള്ള എക്സ്റ്റേണൽ പ്രൊട്ടക്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 7 സാധനത്തിന്റെ പേര് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ? ഈ 7 സാധനത്തിന്റെയും ധർമ്മങ്ങൾ കൃത്യമായി ഇപ്പോൾ നോട്ട്സിൽ എഴുതി വെക്കുക. എഴുതിക്കോളൂ. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോ. വാട്ട് ആർ ദ എക്സ്റ്റേണൽ പ്രൊട്ടക്ഷൻസ് ഓഫ് അവർ ഐ? ഐയുടെ എക്സ്റ്റേണൽ പ്രൊട്ടക്ഷൻസ് ഏതെല്ലാം? ഐയുടെ എക്സ്റ്റേണൽ പ്രൊട്ടക്ഷൻസ് ഏതെല്ലാം? എഴുതിയോ നിങ്ങളെ? അപ്പൊ ഒന്നുകൂടെ പറയാം. ഐയുടെ എക്സ്റ്റേണൽ പ്രൊട്ടക്ഷൻസ് ഏതെല്ലാം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ എക്സ്റ്റേണൽ പ്രൊട്ടക്ഷൻസ് ഓഫ് അവർ ഹ്യൂമൻ ഐ അല്ലെങ്കിൽ ഓഫ് അവർ ഐ എന്ന് എഴുതിയാലും മതി. ഓഫ് ഹ്യൂമൻ ഐ അല്ലെങ്കിൽ ഓഫ് അവർ ഐ. പറയട്ടോ, നോട്ട് പറയട്ടോ നിങ്ങളെ? എഴുതിയ നിങ്ങള്?
എഴുതിയോ? ആ, അപ്പൊ നോട്ട് പറയാണ്. ഒന്നാമത്തെ ഒന്നേന്ന് നമ്പർ ഇട്ടിട്ട് ഐ സോക്കറ്റ്. ഐ സോക്കറ്റ്. Eye sockets. Eye sockets are the രണ്ട് കുത്തിട്ട് എഴുതിയോ? Eye sockets are the depressions seen in the eye sockets are the depressions seen in the skull. സ്കള്ളിൽ കാണുന്ന depression seen in the eye. എഴുതിയോ? Eye sockets are the depressions seen in the skull. Seen in the skull for fixing the eye. For fixing the eye. Eye ഫിക്സ് ചെയ്യാൻ വേണ്ടി എവിടെ കാണുന്ന സ്കള്ളിൽ കാണുന്ന ചെറിയ ഡിപ്രഷൻസ്, രണ്ട് ഡിപ്രഷൻസിനെ പറയുന്ന പേരാണെന്ത്? ഐ സോക്കറ്റ്. പറയാമല്ലോ? എഴുതിയാടേ? എഴുതിയോ നിങ്ങളെ? എഴുതി. രണ്ടാമത്തത് external eye muscles. എഴുതിക്കോളൂ. രണ്ടേ നമ്പർ ഇട്ടിട്ട് external eye muscles. external eye muscles. പറയടാ. which fix the eye. which fix the eyeballs. which fix the eyeballs. which fix the eyeballs. which fix the eyeballs. which fix the eyeballs in the eye socket. in the eye socket. eye socket ൽ eye fix ചെയ്യാനുള്ള muscles ആണ് external eye muscles. external eye muscles are the muscles which fix the eye in the eye socket. eye socket ൽ eye fix ചെയ്യുന്ന മസിൽസിനെ പറയുന്ന പേരാണെന്ത്? external eye muscles. ബാക്കി പറയട്ടോ. അടുത്തത് eyelids. 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 eyelids protect the eye from. eyelids protect the eye from dust, smoke, etc. dust, smoke, chemicals, etc. അങ്ങനെ എഴുതി. eyelids protect the eye from dust, smoke, chemicals, etc. eyelashes. അടുത്തത് നാലാമത് എന്താ കുഞ്ഞുങ്ങളെ? ഓക്കെ, eyelids ഒന്നുകൂടെ പറയണം. eyelids protect the eye from dust, smoke, chemicals, etc. എഴുതിയോ? എഴുതിയോ നിങ്ങളെ? എഴുതി. അടുത്തത് ഐബ്രോ. eyebrows also protect eye from dust. പിന്നെ നമ്മുടെ സ്വെറ്റ് അല്ലെ, വിയർപ്പ്, sweat in the body. എഴുതിയോ? eyebrows protect the eye from dust, sweat from the body, etc. അടുത്തത് eyelashes. എഴുതിക്കോ. eyebrows എഴുതി എല്ലാവരും? എഴുതി. അപ്പൊ eyelashes. അടുത്തത് eyelashes.
ഇതെല്ലാം സെയിം ഫംഗ്ഷൻ തന്നെയാണ്. ഐലിഡിന്റെ അതേ ഫംഗ്ഷൻസ് തന്നെയാണ്. ഇത് 3 എണ്ണം ചോദിച്ചാലും നിങ്ങൾക്ക് എന്തെഴുതാം? ഐലാഷസിന്റെ അതേ ഫംഗ്ഷൻസ് തന്നെ എഴുതാം അല്ലെ? ഐലിഡിന്റെ അതേ ഫംഗ്ഷൻസ് തന്നെ ഐബ്രോയ്ക്കും എഴുതാം, ഐലാഷസിനും എഴുതാം. ഒരു തെറ്റുമില്ല. ഓക്കെ, which also protect the eye from external dust particles, chemicals, പിന്നെ സ്മോക്ക് etc. ഡസ്റ്റിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. which protect the eye from dust, which protect the eye from dust, which protect the eye from dust. ഇനി പറയട്ടെ നിങ്ങളെ അവസാനത്തെ 2 കാര്യങ്ങൾ. കൺജങ്ക്റ്റൈവ ആൻഡ് ടിയേഴ്സ് അല്ലെ? കൺജങ്ക്റ്റൈവയും ടിയേഴ്സ് അതൊന്നുകൂടി നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോട്ട് എഴുതിയാൽ മതി. ഓക്കെ, ഒന്നുകൂടി ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. കൺജങ്ക്റ്റൈവ എന്താണെന്ന്, ഐ എന്താണ്, ടിയർ എന്താണെന്ന്. കൺജങ്ക്റ്റൈവ എന്ന് പറഞ്ഞാൽ ഐയുടെ ആന്റീരിയർ റീജിയനിൽ കാണുന്ന ഒരു തരം മെംബ്രെയിൻ ആണ്, പ്രൊട്ടക്ഷൻ ആണ്. ഐയുടെ പ്രൊട്ടക്ഷൻ ആണ് ഇവയുടെ ജോലി. പക്ഷെ ഇവയ്ക്ക് വേറൊരു ജോലി കൂടിയുണ്ട്, വിച്ച് സെക്രീറ്റ്. ഇത് മുകളിലോട്ട് എഴുതിയാലേ കാണത്തുള്ളായിരിക്കും അല്ലേ? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. അപ്പൊ മുകളിലോട്ട് എഴുതണം. അത് പറയണ്ടേ കാണാൻ പറ്റുന്നില്ലെങ്കിൽ? അപ്പൊ ഇപ്പത്തോട്ട് എഴുതാ ഞാൻ. എന്താണ് എന്താ പറയുന്നത്? കൺജങ്ക്റ്റൈവ അല്ലേ? കൺജങ്ക്റ്റൈവ. കൺജങ്ക്റ്റൈവ പറയട്ടെ കൺജങ്ക്റ്റൈവ എന്താണെന്ന്. അപ്പൊ കൺജങ്ക്റ്റൈവ എന്ന് പറഞ്ഞാൽ ഐയുടെ ആന്റീരിയർ റീജിയനിൽ കാണുന്ന, കണ്ണിന്റെ മുൻവശത്തെയാണ് ആന്റീരിയർ, പിൻവശത്തെ പോസ്റ്റീരിയർ എന്ന് പറയും. അപ്പൊ ഐയുടെ മുൻവശത്ത് കാണപ്പെടുന്ന ഒരു മെംബ്രെയിൻ, കട്ടിയുള്ള ഒരു തരം മെംബ്രെയിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഐയുടെ സ്ട്രക്ചർ വരയ്ക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ കൺജങ്ക്റ്റൈവ ഉൾപ്പെടുത്തും. അപ്പൊ അതെങ്ങനെ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ കൺജങ്ക്റ്റൈവയുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, പുറമേ നിന്ന് എന്തെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞു, എന്തെങ്കിലും ഒരു അറ്റാക്ക് കണ്ണിനുള്ളിലേക്ക് ഉണ്ടാവുന്നെങ്കിൽ പെട്ടെന്ന് അത് എവിടെ കൊള്ളത്തുള്ളൂ? കൺജങ്ക്റ്റൈവയിലേ കൊള്ളത്തുള്ളൂ. അതുകൊണ്ട് കണ്ണിന്റെ ഉള്ളിലുള്ള ലെയറിലേക്ക് ഇപ്പം എന്തെങ്കിലും ഒരു ഡസ്റ്റ്, എന്തെങ്കിലും ഒരു മൂർച്ചയുള്ള എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾ വന്ന് കണ്ണിലടിച്ചാൽ പെട്ടെന്ന് അത് എന്ത് ചെയ്യില്ല? ഉള്ളിലുള്ള ലെയറുകൾക്ക് നാശം വരുത്തത്തില്ല. പകരം എന്തേ ചെയ്യത്തുള്ളൂ? നമ്മുടെ കൺജങ്ക്റ്റൈവയിലേ തട്ടത്തുള്ളൂ. അഥവാ മുറിവ് എന്തെങ്കിലും ഉണ്ടാകുന്നെങ്കിലും എവിടെ തട്ടത്തുള്ളൂ? കൺജങ്ക്റ്റൈവയിലേ തട്ടത്തുള്ളൂ. ഒന്നാമത്തെ ജോലി അതാണ്. ഇറ്റ് ആക്ട്സ് ആസ് എ പ്രൊട്ടക്റ്റീവ് ലെയർ. ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് ആര് ആക്ട് ചെയ്യും? കൺജങ്ക്റ്റൈവ ആക്ട് ചെയ്യും. കൺജങ്ക്റ്റൈവ ആക്ട് ചെയ്യും. പിന്നെന്താ ചെയ്യുന്നത്? കൺജങ്ക്റ്റൈവയ്ക്ക് വേറൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ട്. അത് എന്ത് ഉത്പാദിപ്പിക്കുമെന്ന് അറിയാമോ? സെക്രീറ്റ് മ്യൂക്കസ്. എന്ത് ചെയ്യും? സെക്രീറ്റ് മ്യൂക്കസ്. മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യും. ശ്ലേഷ്മം സെക്രീറ്റ് ചെയ്യും. എന്താണ് മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ലോല ചർമ്മങ്ങളിൽ, നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നിൽ കാണപ്പെടുന്ന, അവ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി കാണപ്പെടുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് ഇത്. ഏത്? മ്യൂക്കസ്. ആ മ്യൂക്കസിനെ സെക്രീറ്റ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? കൺജങ്ക്റ്റൈവയ്ക്ക് ഉണ്ട്. കണ്ണിലുള്ള കൺജങ്ക്റ്റൈവയ്ക്ക് ഉണ്ട്. അപ്പൊ എഴുതാമല്ലോ. കൺജങ്ക്റ്റൈവയുടെ ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 2 ഫംഗ്ഷൻസ് ഉണ്ട്. എഴുതിക്കോളൂ. കൺജങ്ക്റ്റൈവ 5 നമ്പർ ഇട്ടിട്ട് കൺജങ്ക്റ്റൈവ എന്ന് എഴുതിക്കോളൂ. ഒന്നാമത്തെ ഫംഗ്ഷൻ 1, അതിലെ എ അല്ലെങ്കിൽ എ എന്നിട്ടിട്ട് എഴുതിക്കോളൂ. ഇറ്റ് ആക്ട് ആസ് എ പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ഐ. ഇറ്റ് ആക്ട് ആസ് എ പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ഐ. ഐയുടെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് ആര് ആക്ട് ചെയ്യും? കൺജങ്ക്റ്റൈവ ആക്ട് ചെയ്യും. മലയാളം മീഡിയംകാരുണ്ടോടെ? മലയാളം മീഡിയംകാരുണ്ടോ? മലയാളം മീഡിയംകാർ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് നിങ്ങൾ നോട്ട്സ് എങ്ങനെ എഴുതുന്നുണ്ടോ? നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ ഞാൻ ഈ പറയുന്ന നോട്ടുകൾ? അപ്പൊ കൺജങ്ക്റ്റൈവ, അതിന് മലയാളത്തിൽ കൺജങ്ക്റ്റൈവ എന്ന് തന്നെ പറയുന്നത്. കൺജങ്ക്റ്റൈവ ആക്ട് ആസ് എ പ്രൊട്ടക്റ്റീവ് ലെയർ, ഒരു സംരക്ഷണ സ്തരമായി പ്രവർത്തിക്കുന്നു. ആരാ? കൺജങ്ക്റ്റൈവ. കൺജങ്ക്റ്റൈവ കണ്ണിന്റെ ഒരു സംരക്ഷണ സ്തരമായി പ്രവർത്തിക്കുന്നു. ഇനി അടുത്ത പോയിന്റ്,
കൺജങ്ക്റ്റീവയുടെ തന്നെ രണ്ടാമത്തെ ഫംഗ്ഷൻ ഇറ്റ് എന്താ എന്താ നിങ്ങളെ പറയൂ. കൺജങ്ക്റ്റീവയുടെ ഫംഗ്ഷൻ ആണോ എന്നൂടെ പറയണ്ടേ? അപ്പൊ കൺജങ്ക്റ്റീവയുടെ ഒന്നാമത്തെ ഫംഗ്ഷൻ ആണ് ഇറ്റ് ആക്ട് ആസ് എ പ്രൊട്ടക്റ്റീവ് ലെയർ. കണ്ണിനെ സംരക്ഷിക്കാനുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് ആര് ആക്ട് ചെയ്യുന്നു? കൺജങ്ക്റ്റീവ ആക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് ഇറ്റ് ക്യാൻ സെക്രീറ്റ് മ്യൂക്കസ്. ഇറ്റ് ക്യാൻ സെക്രീറ്റ് മ്യൂക്കസ്. മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? കൺജങ്ക്റ്റീവയ്ക്കുണ്ട്. ഈ മ്യൂക്കസ് നമ്മളെ എന്തിനാ സഹായിക്കുന്ന? ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അടുത്ത സെന്റൻസ് എഴുതിക്കോ. മ്യൂക്കസ് ഹെൽപ്പ് ദ ഐ ആന്റീരിയർ പോർഷൻ ഓഫ് ദ ഐ. അങ്ങനെ എഴുതിക്കോ. മ്യൂക്കസ് ഹെൽപ്പ് ദ ആന്റീരിയർ പോർഷൻ ഓഫ് ദ ഐ ഫ്രം ഡ്രൈ. മ്യൂക്കസ് ഹെൽപ്പ് ദ ആന്റീരിയർ പോർഷൻ ഓഫ് ദ ഐ ഫ്രം ഡ്രൈ. കണ്ണിന്റെ മുൻഭാഗം ആന്റീരിയർ റീജിയൻ ഡ്രൈ ആയി പോകാതിരിക്കാൻ, ഉണങ്ങി പോകാതിരിക്കാൻ സഹായിക്കുന്നു. ആരാണ്? അതെ, നമ്മുടെ കൺജങ്ക്റ്റീവ ഉൽപ്പാദിപ്പിക്കുന്ന മ്യൂക്കസ്. ബാക്കി പറയട്ടെ. അടുത്ത ആറാമത്തെ റീജിയൻ ഏതായിരുന്നു? ടിയർ. ശരിയല്ലേ? ടിയർ. ആറാമത്തെ ഏഴാമത്തെ റീജിയൻ ടിയർ. ടിയർ കണ്ണുനീർ. അപ്പൊ കണ്ണുനീരിന്റെ ഫങ്ഷൻസ് എഴുതിക്കോളൂ. ഇറ്റ് മോയ്സ്ചറൈസസ് ദ ഐ. ഐയെ മോയ്സ്ചറൈസ് ചെയ്യാൻ സഹായിക്കുന്ന ആരാണ്? അതെ, കണ്ണുനീരാണ്. ഇറ്റ് മോയ്സ്ചറൈസസ്. മോയ്സ്ചറൈസസ് സ്പെല്ലിംഗ് ഞാൻ എഴുതിയിട്ടുണ്ട് ബോർഡിൽ. മോയ്സ്ചറൈസസ് ദ ഐ. ഐയെ മോയ്സ്ചറൈസ് ചെയ്യാൻ സഹായിക്കുന്ന ആരാണ്? അതെ, ടിയർ. ടിയർ ഇൻക്ലൂഡ്സ് രണ്ടാമത്തെ പോയിന്റ്. ടിയർ ഇൻക്ലൂഡ്സ് ലൈസോസൈം ആൻഡ് വാട്ടർ. ലൈസോസൈം ആൻഡ് വാട്ടർ. ലൈസോസൈമും വാട്ടറും ഉണ്ട് ഇതിനകത്ത്, ടിയറിനകത്ത്. ലൈസോസൈം ആൻഡ് വാട്ടർ. അടുത്ത ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് സെന്റൻസ് ആയിട്ട് എഴുതണം. ലൈസോസൈം ഈസ് ആൻ എൻസൈം. ലൈസോസൈം ഈസ് ആൻ എൻസൈം. ലൈസോസൈം എന്ന് പറയുന്നത് ഒരു എൻസൈം ആണ്. ഇൻവോൾവ്ഡ് ഇൻ ദ ഡൈജഷൻ ഓഫ് ഫോറിൻ മെറ്റീരിയൽസ്. ലൈസോസൈം ഈസ് ആൻ എൻസൈം ഇൻവോൾവ്ഡ് ഇൻ ദ ഡൈജഷൻ ഓഫ് ഫോറിൻ മെറ്റീരിയൽസ്. ഇൻവോൾവ്ഡ് ഇൻ ദ ഡൈജഷൻ ഓഫ് ഫോറിൻ മെറ്റീരിയൽസ്. enters into our eye. enters into our eye. ഐക്കുള്ളിലേക്ക് കടക്കുന്ന എന്തിനെ? ഫോറിൻ മെറ്റീരിയലുകളെ ഡൈജസ്റ്റ് ചെയ്യാൻ ആവശ്യമായ ഒരു എൻസൈമിന്റെ പേരാണ് ലൈസോസൈം. അത് എവിടെയുണ്ട്? ടിയറിൽ ഉണ്ട്. ടിയറിൽ മാത്രമല്ല, നമ്മുടെ ഉള്ളിലെ സലൈവ, പാലിൽ കിടക്കുന്ന സലൈവയിലൊക്കെ എന്തുണ്ട്? ലൈസോസൈം ഉണ്ട്. ഇവിടെ നമ്മൾ കണ്ണിന്റെ കാര്യം പഠിക്കുന്നതുകൊണ്ട് enters into our eye എന്ന് പറഞ്ഞതേ ഉള്ളൂ. എഴുതിയോ? എന്താ പറയണ്ടേ? ഇപ്പൊ പറഞ്ഞേ. ടിയറിന്റെ കാര്യമാണോ? ടിയറിന്റെ ഒന്നാമത്തെ പോയിന്റ് ആണ് ടിയർ മോയ്സ്ചറൈസസ് ദ ഐ. മലയാളത്തിന്റെ ടിയറിന്റെ കാര്യം പറയാം. ടിയർ ഒന്നാമത്തെ പോയിന്റ്, ടിയറിന്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ ആണ് ടിയർ മോയ്സ്ചറൈസസ് ദ ഐ. ടിയർ ഐയെ എന്ത് ചെയ്യുന്നു? മോയ്സ്ചറൈസ് ചെയ്യുന്നു. മോയ്സ്ചറൈസ് ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ് ആണ്, പറയട്ടോ, ഇറ്റ് ഇൻവോൾവ്സ് ദ എൻസൈം കോൾഡ്. ഇങ്ങനെ എഴുതിക്കോ. ആ സെന്റൻസ് എഴുതാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ എഴുതിക്കോ. ഇറ്റ് ഇൻവോൾവ്സ് ദ എൻസൈം കോൾഡ് lysozyme. Lysozyme which help in the lysozyme which help in the digestion of foreign materials. which help in the digestion of foreign materials. കണ്ണിന്റെ
കണ്ണിനുള്ളിലേക്ക് കടക്കുന്ന ഫോറിൻ മെറ്റീരിയൽസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ആര് സഹായിക്കുന്നു? ടിയർ ഉള്ള ഏത് എൻസൈം സഹായിക്കുന്നു? ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം സഹായിക്കുന്നു. അപ്പൊ നമ്മുടെ ഐയുടെ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു. ഐയുടെ എക്സ്റ്റേണൽ ആയിട്ട് ഐയെ സംരക്ഷിക്കാനുള്ള പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് that protect eye externally ഐയെ സംരക്ഷിക്കുന്ന ഫാക്ടറുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 7 എണ്ണത്തിന്റെ പേര് നമ്മൾ പഠിച്ചു. അവ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ ഓക്കെ മനസ്സിലായോ? ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. വൈകിട്ട് എന്തോ പരീക്ഷ? കെമിസ്ട്രി ഇല്ലയോ? പഠിച്ചെഴുതണേ. ഒരു പാഠമേ ഉള്ളേ, ഒരേ ഒരു പാഠമേ ഉള്ളേ. നാളെ ബയോളജിയും ഒരേ ഒരു പാഠമേ ഉള്ളൂ, ഒരേ ഒരു പാഠം. ഓക്കെ, വളരെ ഭംഗിയായിട്ട് പഠിച്ചു.